ഹായ് ഫ്രണ്ട്സ്, ഉമ്മീസ് ഫുഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് ഓവണും ഗ്രില്ലും ഇല്ലാതെ നല്ല സ്മോക്കി ടേസ്റ്റിൽ അടിപൊളി ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കിയല്ലോ. അത് നമ്മളെ സ്വന്തം ഫ്രൈ പാനിൽ. പിന്നെ നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യണം. അപ്പോൾ വായോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനെ നമുക്ക് 2 പ്രാവശ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ആദ്യത്തെ മാരിനേഷനായിട്ട് 1.5 ടീസ്പൂൺ കുരുമുളക്, ഒരു ചെറുനാരങ്ങയുടെ നീര്, ആവശ്യത്തിന് ഉപ്പിടാം, പിന്നെ 3 ടേബിൾ സ്പൂൺ തൈര്. അതിനുശേഷം നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ മിക്സിൽ ചിക്കൻ ഇട്ടിട്ട് നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുത്ത മാരിനേഷനുള്ള മസാല റെഡിയാക്കി എടുക്കാം. ഇതിനായി 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1 ടീസ്പൂൺ കസൂരി മെത്തി. ഉലുവയുടെ ഇല ഉണക്കിയതാണ് ഈ കസൂരി മെത്തി എന്ന് പറയുന്നത്. ഉപ്പ് ആവശ്യത്തിന്, ഒലീവ് ഓയിൽ അതില്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ മതി, അത് 2 ടേബിൾ സ്പൂൺ. ഇനി നമുക്കിതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. സുർക്ക 2 ടീസ്പൂൺ. സുർക്ക ചേർത്തതിന് ശേഷം ഒന്നുകൂടെ നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മസാല നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഇതൊന്നും നമുക്ക് ചുരുങ്ങിയത് 3 മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം. നമ്മളിവിടെ ബട്ടറിലാണ് ചിക്കൻ ഗ്രിൽ ചെയ്യുന്നത്. ചൂടായ പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടിട്ട് അതിലേക്ക് ചിക്കൻ വെച്ച് 2 സൈഡും ചെറിയ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ ഒരു അടപ്പുള്ള പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ചെറിയ പീസ് ചാർക്കോൾ വീഡിയോയിൽ കാണുന്ന പോലെ വെച്ച് കൊടുക്കുക. അതിലേക്ക് 1 സ്പൂണ് ഓയിലും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് മൂടി വെക്കാം. ഇത് നമ്മൾ ചെയ്യുന്നത് ചിക്കന് സ്മോക്കി സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഗ്രിൽ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഗ്രില്ലിൽ ഉണ്ടാക്കിയ അതേ ടേസ്റ്റാണ്. സ്മെല്ലായാലും ശരി, നല്ല സ്മോക്കി സ്മെല്ലുണ്ട്. ഫ്രൈ പാനിൽ ഉണ്ടാക്കിയാണെന്ന് പറയില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
പിന്നെ ആരും തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.